കേരളീയ സമാജം ഡോംബിവില്ലി ഏതാണ്ട് 7.5 പതിറ്റാണ്ടിനപ്പുറം ഉപജീവനാർത്ഥം ബോംബെ മഹാനഗരത്തിലേക്ക് ചേക്കേറിയ മലയാളികളിൽ കുറച്ചുപേർ ജീവിത ചിലവ് താരതമ്യേന കുറഞ്ഞ ബോംബെയുടെ പ്രാന്തപ്രദേശമായ ഡോംബിവില്ലിയിൽ താമസമാക്കി. സംഘടനാബോധം സ്വതവേ രക്തത്തിലുള്ള അവർ പരസ്പര സഹായത്തിനും സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും കേരളീയ സമാജം ഡോംബിവില്ലി എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് 7.5 പതിറ്റാണ്ടിനിപ്പുറം ഏറെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച എല്ലാ പൂർവ്വസൂരികളെയും ഹൃദയത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ആദരപൂർവം പ്രണമിച്ചുകൊണ്ട് ഇന്ന് ഈ പൊതുസമ്മേളനത്തിലും കലാവിരുന്നിലും പങ്കെടുക്കാൻ കേരളീയ സമാജം ഡോംബിവില്ലിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മുഴുവൻ ആളുകൾക്കും സ്നേഹപൂർവം സ്വാഗതം. Good evening all. Kerala Samajam is Asia's largest Samajam. Around 11,000 members are associated with our Samajam. Dombivli is known as Mumbai's capital of cultural activities. Samajam has around 10,000 students studying in our educational institution, including Autonomous College and several schools spread over east and west of Dombivli. I extend a warm welcome to everyone present here for the 74th annual celebration and Platinum Jubilee celebration of Kerala Samajam Dombivli. ഉദ്ഘാടന സമ്മേളനത്തിന് നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നമ്മളൊരു പരിപാടി തുടങ്ങുകയാണ് എന്നതുകൊണ്ട് ദീപം തെളിയിച്ചുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ ഭദ്രദീപം തെളിയിക്കുന്നതിന് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ സായാഹ്നത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാസന്ധ്യ ആരംഭിക്കുകയാണ്. മലയാളികളുടെ പ്രിയങ്കരിയായ ഗായിക രഞ്ജിനി ജോസ് റിയാലിറ്റി ഷോകളിലൂടെ നമ്മളെ അമ്പരപ്പിച്ച കൊച്ചുമിടുക്കൻ ഋതുരാജ്, നർമ്മം കൊണ്ട് റിയാലിറ്റി ഷോകളിൽ നമ്മളെ ചിരിപ്പിച്ച വിതുര തങ്കച്ചൻ, അഖിൽ കവലയൂർ എന്നിവർ നേതൃത്വം നൽകുന്ന മെഗാ സ്റ്റേജ് ഷോ ആരംഭിക്കുന്നു. Now let's begin our cultural programs with Ranjini Jose, popular playback singer, Ritu Raj, popular child singer, Vidura Tangachan, popular comedy artist, Akhil Kavalayur and team performing a mega stage show. നമസ്കാരം പ്രിയമുള്ളവരെ. ഡോംബിവില്ലി കേരളീയ സമാജം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി റെഡ് ഐഡിയാസ് ഇവന്റ്സ് അണിയിച്ചൊരുക്കുന്ന ഹാസ്യ സംഗീത വിസ്മയത്തിലേക്ക്
നല്ലവരായ സ്നേഹനിധികൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം പ്രിയമുള്ളവരെ, നല്ലവരായിട്ടുള്ള പ്രിയ കലാസ്വാദക മിത്രങ്ങളുടെയും പ്രിയ സ്നേഹനിധികളുടെയും വിലയേറിയ സമയം ഈ ഒരു എളിയ കലാവിരുന്നിലൂടെ മാറ്റിവെച്ചാൽ ആദ്യം തന്നെ ഹൃദയം തൊട്ടറിഞ്ഞ നല്ലൊരു നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡോംബിളി കേരളീയ സമാജം വാർഷികാഘോഷം അപ്പോൾ എല്ലാ വർഷവും പോലെ ഈ വർഷവും വളരെ ഗംഭീരമായിട്ട് തന്നെ കൊണ്ടാടുകയാണ്. 75ൻ്റെ നിറവിൽ നിൽക്കുന്ന ഒരു സന്തോഷം. അപ്പോൾ ഈ സന്തോഷത്തിലും ഈ ഒരു ആഘോഷത്തിലും ഇന്ന് ഞങ്ങളും പങ്കുചേരുകയാണ്. നമ്മുടെ റെഡ് അഡാസ് ഇവൻസും ഈ ഒരു സന്തോഷത്തോടൊപ്പം പങ്കുചേരുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളികൾ അല്ലേ, സ്നേഹം കൊണ്ട് വിരുന്നൊരുക്കുന്ന പുണ്യ മലയാളികളുടെ ഒരു കുടുംബം, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. ആ ഒരു കുടുംബം എല്ലാവരും ഒരു കുടക്കീഴിൽ ഒരുമിച്ചിരിക്കുന്ന ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സമയത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു സന്തോഷത്തിലും ആഘോഷത്തിലും കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാ പാട്ടുകളും മറന്ന് ചിരിക്കാനുള്ള എല്ലാ വകയും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് റെഡ് അഡാസ് ഇവൻസ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കയ്യടി തരും എല്ലാവരോട് ചേർന്നിട്ട്. ഇത്രയും ആളുകളുണ്ടായിട്ട് ഇത്രയും കയ്യടിയുള്ള നല്ല പടക്കം പൊടുമ്പോൾ കയ്യടി തരുമോ? താങ്ക് യു. ഈ ഒരു കയ്യടിയാണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ കട്ട സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ആദ്യ ഗാനത്തിലേക്ക് റെഡ് അഡാസ് ഇവൻസിൻ്റെ ഒരു പ്രിയ കലാകാരൻ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് വേദികളിലൂടെയൊക്കെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ അതിമനോഹരമായിട്ടുള്ള പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ വേദികൾ വിട്ട് വേദികളിലേക്ക് കൂടുമാറിക്കൊണ്ടിരിക്കുന്ന പ്രിയ കലാകാരനെ നല്ലൊരു കയ്യടിയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഷിജേഷ്. Hello. Check. Hello. Check. Hello. Check. Hello. ആയിരം വർണ്ണമോ പൂവിടും സ്വപ്നമോ ആതിരാത്താരമോ ആവണി തിങ്കളോ ആരു നീ മോഹിനി
ആരു നീ മോഹിനി. എങ്ങുളം തണ്ടിലെ പാട്ടുകേട്ടിന്നലെ വിണ്ണിൽ നിന്നെയും തേടി നീ വന്നുവോ. എങ്ങുളം തണ്ടിലെ പാട്ടുകേട്ടിന്നലെ വിണ്ണിൽ നിന്നെയും തേടി നീ വന്നുവോ. കണ്ടുമോഹിക്കുമെൻ കണ്ണുകളിൽ പിന്നെയും ചന്ദ്രികാരശ്മിതൻ ചന്ദന സ്പർശമോ. ആരു നീ ആയിരം വർണ്ണമോ പൂവിടും സ്വപ്നമോ ആതിരാതാരമോ ആവണി തിങ്കളോ. ആരു നീ മോഹിനി. ആരു നീ മോഹിനി. ജന്മതീരങ്ങളിൽ ഈ മലർ പുഞ്ചിരി കണ്ടുവോ മാഞ്ഞുവോ പിന്നെയും കാണിതോ. ജന്മതീരങ്ങളിൽ ഈ മലർ പുഞ്ചിരി കണ്ടുവോ മാഞ്ഞുവോ പിന്നെയും കാണിതോ. കാണുന്ന വേളയിൽ കാതരേ ആയിരം കാനന ജ്വാലകൾ പ്രാണനിൽ പൂത്തുവോ. ആരു നീ ആയിരം വർണ്ണമാ പൂവിടും സ്വപ്നമോ ആതിരാതാരമോ ആവണി തിങ്കളോ. ആരു നീ ആരു നീ മോഹിനി. ആയിരം വർണ്ണമോ പൂവിടും സ്വപ്നമോ ആതിരാതാരമോ ആവണി തിങ്കളോ. ആരു നീ മോഹിനി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ശിജേഷ് ചേട്ടാ, താങ്ക് യു. ഓക്കെ, പാട്ടിഷ്ടമായോ? പാട്ടിഷ്ടമായോ? ഏതൊരു കലാകാരനും കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്, അംഗീകാരം, ഓസ്കാർ എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? വലിയ അവാർഡുകളല്ല, നല്ലവരിൽ നല്ലവരായിട്ടുള്ള സ്നേഹനിധികൾ നൽകുന്ന കയ്യടികൾ മാത്രമാണ് ഒരു കലാകാരനെ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡുകൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് നമുക്കൊരാളെ കൂടെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. ഏവരും ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന ആ പ്രിയ കലാകാരിയാണ് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല മലയാളികൾക്ക് അല്ലേ? എന്നിരുന്നാലും ഒരുപാട് പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ച, മലയാളികളുടെ ഹൃദയത്തിൽ എന്നും ഇടം നേടിയിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത പ്രിയ ഗായികയെ നല്ലൊരു കൈയടിയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രഞ്ജിനി ജോസ്.
फुसलाने से फिर कुछ ऐसा ही अब महसूस दिल को हो रहा है, सदियों की पुरानी जख्म पर मरहम लगा सा है, कुछ ऐसी लगन इस लम्हे में है, इस लम्हा कहाँ था मेरा। अब है सामने, इसे छू लो जरा, मर जाऊं या जी लूं जरा। अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी, लगी धड़कन आके जिंदा हूँ मैं तो यही, कुछ ऐसी लगन इस लम्हे में है, इस लम्हा कहाँ था मेरा। पर है सामने, इसे छू लो जरा, मर जाऊं या जी लूं जरा। खुशियाँ चूम लूं या रो लूं जरा, मर जाऊं या जी लूं जरा। Thank you so much. Thank you. നമസ്കാരം ചേച്ചി. നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഇപ്പൊ എന്തായാലും നമ്മുടെ കട്ട ചങ്കുകൾ കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് സമയമായിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു അവസരം ഉണ്ടായിരുന്നു. അതെ. പക്ഷെ അന്ന് എല്ലാവരെയും എല്ലാം ആകാംക്ഷയോടെ കറക്റ്റ് ആയിട്ട് റെഡിയൊക്കെ ആയി, ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ് ആകാംക്ഷയോടെ ഇട്ടിട്ട് അങ്ങോട്ട് പോകാം എന്ന് വിചാരിക്കണ നേരത്ത് ഒന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഒന്ന് വന്നതാണ്, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത്രയും വലിയൊരു മഴ ദൈവം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, എൻ്റെ കാര്യം വിടും. അപ്പൊ തലേ ദിവസം ഞാൻ വന്നപ്പോൾ എന്താ പറ്റിയെന്നറിയോ, നമ്മൾ കൊച്ചിയിൽ നിന്നാണോ വരുന്നത്? അല്ല, ഞങ്ങൾ കാലിക്കട്ടുന്ന വരുന്നത്. ആ സാരമില്ല, കേരളത്തിൽ നിന്നാണല്ലോ തന്നെ. ആ നേരത്തെ കേരളത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം മഴയായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ വന്ന ദിവസവും അന്ന് മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ആ തീരപ്രദേശമാണല്ലോ ബോംബെ കൊച്ചി എന്നൊക്കെ പറയണത്, അപ്പോൾ എല്ലായിടത്തും മഴയായിരിക്കും എന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം ഇവർ ഇറങ്ങാൻ നേരത്താണ് ഇത്രയും വലിയ മഴയായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പ്രശാന്താണ്, പാവം പ്രശാന്ത് ഇതിൽ ഓടി നടക്കുന്നത്, പ്രശാന്താണ് കുറേ കഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നെ ഇവിടെ വരെ എത്തിക്കാൻ. എന്തായാലും ഈ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാവരോടും എൻ്റെ ഒരു സുരേഷ് ഏട്ടനും എല്ലാവരോടും ഞാൻ എൻ്റെ ഒരു നന്ദി പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്രയും ആ ഒരു നേരത്ത് നിന്ന് ഇങ്ങനെ ഒരു മഴ പെയ്തു, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് അവർ ചോദിക്കുന്ന നേരത്ത് നമുക്ക് ഒരു അവിടെ നിന്നൊരു പോസിറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നൊരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ, സാരമില്ല പേടിക്കണ്ട, നമുക്കിതൊരു വേറൊരു ദിവസം നമ്മൾ വന്നിട്ട് ഒരു അടിച്ചുപൊളി ഒരു പ്രോഗ്രാം ചെയ്യാം എന്ന് നമുക്ക് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആ നേരത്ത് പറയാൻ തോന്നണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ സംഘടനയിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റിയാണ്. തീർച്ചയായിട്ടും ഡോംബലി കേരള സമാജത്തിലെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം അവരതത്രയും എനിക്കറിയാം വലിയൊരു നഷ്ടമാണ് അന്ന് ഉണ്ടായതെന്നും, പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവരെയും മീറ്റ് ചെയ്തു, ഇവിടുത്തെ യൂത്തിലുള്ള എല്ലാവരെയും മീറ്റ് ചെയ്തു. തീർച്ചയായിട്ടും അല്ലേ, പ്രത്യേകിച്ചും അവരുടെ കോർഡിനേഷൻ അല്ലേ, തീർച്ചയായിട്ടും കോർഡിനേഷൻ ആണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ചെറുതായിട്ട് പേടിച്ചിട്ടോ, നിങ്ങൾ ഇന്ന് ഓപ്പൺ സ്റ്റേജ് ആണോ പണിതെന്ന് ചോദിച്ചു, ഇന്ന് ഓപ്പൺ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമ്മൾ പാടിക്കൊടുക്കാനുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നമുക്ക് അടിച്ചു പൊളിച്ച് ഡോംബിൽ കൂടും, അതിനാണ് രണ്ടാമത് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മനോഹരമായ എൻ്റർടൈൻമെൻറ്റ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ആനുവൽ ഡേ സെലിബ്രേഷൻ പ്ലസ് പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നടത്തുന്നത്, എനിക്കറിയാം. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലെ ഒരു ആദ്യത്തെ പാട്ട് നിങ്ങൾ കേട്ടു. അടുത്തത് ഒരുപാടധികം നൊസ്റ്റാൾജിയ തോന്നുന്ന കുറേ പാട്ടുകൾ
പാടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ അങ്ങനത്തെ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് നമ്മളൊക്കെ ഒരു പാട്ടുകാരി ആവണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായത്. ഔസേപ്പച്ചൻ സർ, ജോൺസൺ മാസ്റ്റർ എന്ന് തുടങ്ങി എത്ര മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ട്, ജാനകിയമ്മ, സുശീലാമ്മ, ചിത്ര ചേച്ചി, സുജാ ചേച്ചി, ഇവരൊക്കെ പാടിയ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ വളർന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് 2 പാട്ട്, എനിക്ക് വലിയ ഇഷ്ടമുള്ള 2 പാട്ടുകളാണ്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയണ പാട്ടുകളാണ്. നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും നിങ്ങൾ കൂടെ പാടുക, എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ബോറടിക്കും. നിങ്ങളുടെ എൻജോയ്മെൻ്റ് ആണ് ഞങ്ങളുടെ എൻജോയ്മെൻറ്റ്. അത് കാരണം ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്തോട്ടെ, പടക്കം പൊട്ടുന്ന രീതിയിലൊന്നൊരു കയ്യടി തരാമോ? ഫോർ ഓൾ ദി ആർട്ടിസ്റ്റ് ഹിയർ ഓൺ സ്റ്റേജ്, ഫോർ എവ്रीवन जो कोई भी आए हैं हमारे साथ, सब आपके लिए आए हैं. तो എല്ലാവർക്കും വേണ്ടി നല്ലൊരു കയ്യടി കൊടുക്കുക. ഇവിടെ ഇരിക്കുന്ന ഇത്രയും മനോഹരമായ ഒരു ഓർക്കസ്ട്ര, ഇവരെല്ലാവരും നാട്ടിൽ നിന്ന് വന്നതാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവർക്കും. ഇവരില്ലെങ്കിൽ നമുക്ക് പാടാൻ പറ്റില്ല. പിന്നെ എന്താ, കുറേ പാട്ടുകാർ വന്നിട്ടുണ്ട്, കൊമേഡിയൻസ് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ചെയ്യുന്നതും പാടുന്നതും ആയ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയർ വേണം, സുനിൽ. അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുക്കുക. സുനിലേട്ടാ ഒന്ന് കൈ ഒന്ന് പൊക്കി. ഓക്കെ. പിന്നെ ഈ പറയുന്ന ഞങ്ങളെല്ലാവരും സാരഥ്യം വഹിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരാൾ സുനിലേട്ടൻ്റെ നേരെ സൈഡിൽ നിൽക്കുന്നുണ്ട്. സന്തോഷം ഒന്ന് കൈ പൊക്കിക്കേ. സന്തോഷാണ് ഈ 2ാമത്തെ പ്രാവശ്യം ഞങ്ങളെല്ലാം കുത്തിക്കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സന്തോഷിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ എൻ്റെ ഒരു അനിയനാണ് സന്തോഷ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഈ പാട്ടിലേക്ക് മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോതി ദൂരെ ജന്മം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിളിൽ അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. നീരവരാവിൽ ശ്രുതി ചേർന്നുവെങ്കിൽ മൃദുരവമായി നിൻ ലയമഞ്ജരി ജന്മം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിളിൽ വെള്ളാപ്പല്ലിൻ ചേരും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നും എന്തേ പോരാത്തൂ വാവേ വാവാച്ചി. കുന്നിക്കൂരും കുത്തിനുള്ളിൽ പറിച്ചിട്ട് പിന്നിക്കൂരത്തൊരു മാല തീർക്കാം, നിങ്ങൾ കിടാവിന് തോളത്തെടുക്കുന്ന തങ്കക്കലമാനി കൊണ്ടത്തരാം.
എൻ്റെ ചിത്തിരക്കുഞ്ഞല്ലേ കണ്ണാത്തുമ്പി പോലും ഒന്ന് പാടാവോ? കണ്ണാത്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോരം കളിയാടാമേ കിളിമരത്തണലോരം കണ്ണാത്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. താങ്ക് യു. കുറച്ച് ദിവസമായിട്ട് നാട്ടിൽ നിന്നല്ലേ വന്നിരിക്കണേ. എല്ലാവർക്കും തൊണ്ടയടപ്പ്, ചെസ്റ്റ് ഇൻഫെക്ഷൻ, ചുമ എന്ന് വേണ്ട കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ ഒന്ന് മാറി ഹാവു ഇനിയിപ്പോൾ ബോംബെ പോയി പാടാമെന്ന് പറഞ്ഞ് ഏകദേശം വട്ടെത്തി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലത്തെ മഞ്ഞിൽ എൻ്റെ തൊണ്ട വീണ്ടും പോയി. അപ്പോൾ ഉള്ള തൊണ്ട വെച്ചിട്ടാണ് പാടുന്നത്. പക്ഷേ ഇന്ന് ആ തൊണ്ട മുഴുവൻ ഉപയോഗിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നുള്ളൂ. അടുത്തത് നമുക്കൊരു ഹിന്ദി സോങ്ങാണ് പാടാൻ പോകുന്നത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കുറേ യങ് ജനറേഷൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ചെയ്യാനായിട്ടൊക്കെ റെഡി ആയിട്ട്. അവരൊക്കെ എന്തിയേ? ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടല്ലേ? ബാക്കിയുള്ളവരെവിടെ? നിങ്ങളൊക്കെ ഉണ്ടാവൂലേ? കാരണം ഒരു ചെറിയ ശോകമൂകമായ അന്തരീക്ഷം പോലെ തോന്നി. അങ്ങനെയൊന്നും ആക്കി കളയരുത് കേട്ടോ. ഞാൻ നിങ്ങളുടെ മറ്റേ പവറൊക്കെ കണ്ടിട്ടാണ് രണ്ടാമത് വരാമെന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഷാരൂഖ് ഖാൻ്റെ 2 മൂവീസ് ഉണ്ടായിരുന്നു. അതിൽ ഷാരൂഖ് ഖാൻ ദീപിക പടുക്കോൺ അഭിനയിച്ച എന്തോ ഒരാളും സംസാരിക്കാനുള്ള. ബോംബെ തന്നെയാണോ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത്? ഏത് മൂവിയാണെന്ന് പറയൂ. പഠാൻ 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 എന്നാണോ പറഞ്ഞത്? ജവാൻ എന്നാണോ പറഞ്ഞത്? ജവാനല്ല, ജവാന് തൊട്ട് മുമ്പ് ഇറങ്ങിയ പഠാൻ. പുള്ളി ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പടങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുള്ള കൂടെ കുഴപ്പമാണത്. ഓക്കെ, അപ്പോൾ എന്തായാലും പഠാനിലെ ഒരു പാട്ട് ഞാൻ പാടിക്കോട്ടെ. എല്ലാവർക്കും ദീപിക പടുക്കോണിനെ ഇഷ്ടമാണോ? Can you give me a big hand if you like Deepika Padukone, please? Thank you. Okay. En esta noche la vida es completa. En este segundo la vida es vírica. En esta noche la vida es completa. En este segundo la vida es vírica. हमें तो लूट लिया मिलके इश्क वालों ने, बहुत ही तंग किया अब तक इन ख्यालों ने। नशा चढ़ा जो शरीफी का उतार फेंका है, बेशरम रंग कहाँ देखा दुनिया वालों ने। हमें तो लूट लिया मिलके इश्क वालों ने, बहुत ही तंग किया अब तक इन ख्यालों ने। नशा चढ़ा जो शरीफी का उतार फेंका
es completa. En este segundo la vida es muy rica. नशा चढ़ा जो शरीफी का उतार फेंका है बेशरम रंग कहाँ देखा दुनिया वालों ने तुम्हें तो लूट लिया मिलके इश्क वालों ने बहुत ही तंग किया अब तक इन ख्यालों ने esta noche la vida इश्क वालों ने हमें तो लूट लिया मिलके इश्क वालों ने esta noche la vida इश्क वालों ने es completa. താങ്ക് യു. ഒരുപാടധികം പാട്ടുകാർ വരാനുണ്ട്, അതൊക്കെ പറയാനായിട്ട് ഇവിടെ ആളുണ്ട്. താങ്ക് യു. നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാ പാട്ടുകളും കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സംഗീത വിരുന്ന് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് നമുക്ക് മലയാളികൾക്ക് എന്നും ഹൃദയത്തിൽ ചേർത്ത് വെച്ചൊരു പ്രിയ കലാകാരൻ നമ്മുടെ ഫ്ലവേഴ്സ് TV അണിയിച്ചൊരുക്കിയ നമ്മുടെ ടോപ്പ് സിംഗർ എന്ന മ്യൂസിക്കൽ ഷോയിലൂടെ മലയാളികൾ കളിയും ചിരിയും പാട്ടുകളും ഒക്കെ ആയിട്ട് മലയാളികൾ എന്നും ആ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ആ കുഞ്ഞു കലാകാരനെ നമ്മളൊക്കെ എത്രയധികം ഇഷ്ടപ്പെട്ട കലാകാരനെയാണ് നമ്മൾ ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. നല്ലൊരു കയ്യടിയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യാം ഋതുര, നമ്മുടെ റിച്ചുടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. റിച്ചുട്ടാ ഓടി വാ. ഓക്കെ റിച്ചുട്ടാ, ഓക്കെ എന്തായാലും നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ട് അതിമനോഹരമായിട്ടൊരു പാട്ട് നമ്മൾ പാടി കൊടുക്കുന്നുണ്ട്. എന്താ നമ്മുടെ ചേട്ടന്മാരോടും അങ്കിൾമാരോടും ഒക്കെ പറയാനുള്ള നമ്മുടെ ഡോംബിളിയിലെ? ഹായ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഡോംബിവലിൻ്റെ പ്രോഗ്രാമിന് വന്നിരുന്നു. അന്ന് എന്തോ ഒരു ഭാഗ്യക്കേട് കാരണം അന്ന് മഴ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് പ്രോഗ്രാം നടന്നില്ല. പക്ഷെ ഇപ്പം ആ കുറവ് നമ്മളങ്ങോട്ട് പരിഹരിക്കും അല്ലേ? നമ്മൾ മറന്ന് അടിച്ചു പൊളിക്കും. അടിച്ചു പൊളിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും സെറ്റ്. ചെക്ക് ചെക്ക് ചെക്ക്.
താങ്ക് യു റിച്ചിട്ടാ. അപ്പോൾ ഇനി അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് വരില്ലേ? വരും. ഒരുപാട് ലിസ്റ്റുകളില്ലേ കയ്യില്? ഒരുപാട് ലിസ്റ്റുകളില്ലേ? ഒരുപാട് പൊളിച്ചെടുക്കാനുള്ള ലിസ്റ്റുകൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ റിച്ചുടൻ്റെ പാട്ട് ഇഷ്ടമായോ? റിച്ചുടൻ്റെ പാട്ട് ഇഷ്ടമായോ? താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന മെലഡി ഗാനങ്ങൾ കേട്ടു. അതിനുശേഷം നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു അടിപൊളി പാട്ട് വേണോ? അടിപൊളി പാട്ട് വേണോ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ റെഡ് അഡിയാസ് ഇവൻസിൻ്റെ ഒരു പ്രൗഢ ഗംഭീര വേദിയിലേക്ക് ഒരു പ്രിയ കലാകാരനോട് നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മുടെ ക്യാമ്പസ് ചില്ലീസ് എന്നൊരു മ്യൂസിക്കൽ ഷോയിലൂടെയും അതുപോലെ തന്നെയാണ് ചടുലമായ നൃത്ത ചുവടുകളുമായിട്ട് കോളേജ് ക്യാമ്പസ് വേദികളെ ഇളക്കി മറിയിച്ച പ്രിയ കലാകാരനെ നല്ലൊരു കൈയടിയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ബാസിൽ. Check. Hello. Check. Hello. Check. Side full. Check. Hello. Check. Hello. കുറച്ച് റിയർ പറഞ്ഞു. Check. Hello. ഹലോ ചെക്ക്. ഹലോ Check. Hello. Test. Hello. Check. ചെക്ക്. ഹലോ ചെക്ക്. എല്ലാവർക്കും നമസ്കാരം. ചെക്ക്. നമസ്കാരം. ഇവിടെ ഒരു ഉഷാർ കുറവുണ്ടോ? ഇല്ലേ? കുറവ് കാണുന്നുണ്ടല്ലോ. ഒരു കൈയടി വേണ്ട, അടിപൊളിയായിട്ട് ഒന്ന് കൂവാവും എല്ലാവരും. അടിപൊളിയായിട്ട് ഒന്ന് കൂവിക്കും ഉഷാറായിട്ട് എല്ലാവരും. അടിപൊളി. ഇനി കൈയടിയോട് കൂടി ഒരു കൂടി പോരട്ടെ എല്ലാവരും. താങ്ക് യു. അപ്പോൾ ഒരു അടിപൊളി പാട്ട് പാടിക്കോട്ടെ. റെഡിയാണോ? ഡാൻസ് ചെയ്യാനൊക്കെ റെഡിയാണോ എല്ലാവരും? സപ്പോർട്ട് ചെയ്യില്ലേ? എവിടെ പോരട്ടെ, ഒരു റീപ്ലേ പോരട്ടെ. സപ്പോർട്ട് ചെയ്യില്ലേ? താങ്ക് യു. തീർച്ചയായിട്ടും ഒരു 4 വരി മെലഡി പാടി നമുക്ക് അടിപൊളി പാട്ടിലേക്ക് വരാം. താങ്ക് യു. तेरी मेरी कहानी, तेरी मेरी कहानी. दिल क्या करो जब किसी से प्यार हो जाए. जाने कहा कब किसी से प्यार हो जाए. मिले तुम हमको बड़े नसीबों से, चुरा ले मेरे किस्मत की लकीरों से. ഒരു ചെറിയൊരു കൈയിടൽ. അത് അറബിക്കടലോരം അഴകെ കണ്ടേനെ, അത് കണ്ണിത്തങ്ങൾ ആറവെടുത്ത കൺകൾ കണ്ടേനെ. അമ്മ 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 ഏ അമ്മ 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 അമ്മ. പള്ളിത്താമരേ പാദം കണ്ടേനെ, പട്ടിത്താമര ചെറിയ ഗീതം കണ്ടേനെ. അമ്മ 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 ഏ അമ്മ 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 അമ്മ.
சுகமோ பிஞ்சு பந்திரகள் நெஞ்சை பிளந்தியது ஆஹா என்ன இதமோ முத்தம் ஒரு விடமோ ராஜந்தாரமான அழைக்கிறது ஐயோ தெய்வ வரமோ அம்மா 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 ஏ அம்மா 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 एक हो गए हम एक गुरने यार मिले एक मस्ती पायल कंकी मेरी कंगल कंडेरा அம்மா 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 ஏ அம்மா 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 കൈയിടുന്നു ഷാറോടിക്കമാ easy oozy പോലെ ഒട്ടപ്പിരണ്ട് தேவையில்ல பார்வதி take it easy oozy ഊസി പോലെ ഒട്ടപ്പിരണ്ട് தேவையில்ல பார்வதி വാഴയിൽ വെള്ളവേ take it easy policy വാനമിൽ വാഴയിൽ வாலிபம் ஒரு fantasy ഊപതി ഊപതി take it easy ஊர்வசி ഊസി പോലെ ഒട്ടപ്പിരണ്ട് தேவையில்ல பார்வதி ഒരു കൈയിൽ ഉഷാറായിട്ട് പോകണം എല്ലാവരും നദിയേ തമിഴ് വാർത്തകൾ 3 ലക്ഷം എടി ഗടിയേ ഗടിയേ രണ്ട് സല്ലടി കൊണ്ടു പച്ചം വാഴയിൽ വെള്ളവേ take it easy policy വാനമിൽ വാഴയിൽ வாலிபம் ஒரு fantasy ஊர்வசி ஊர்வசி take it easy ஊர்வசி ഊസി പോലെ ഒട്ടപ്പിരണ്ട് தேவையில்ல பார்வதி ഊപതി take it easy ஊர்வசி ഊസി പോലെ ഒട്ടപ്പിരണ്ട് தேவையில்ல பார்வதி നമ്മുടെ ഇരിക്കുന്ന ചേട്ടന്മാരും ശേഷമാര് രണ്ട് കൈ ഒന്ന് പൊക്കിക്കുക എല്ലാവർക്കും അവര് മാറി എല്ലാവരും കൈ പൊക്കിക്കുക രണ്ട് കൈ എല്ലാവർക്കും ജൂനിയർക്കും സീനിയർക്കും കല്ലൂരി വാസല്ലെങ്കും രാഗിൽ നടക്കും ചുടുപനമോ രണ്ടപനമേ இருக்கும் முள்ளும் இருக்கும் நட்புக்கு ராகில் கூட பாதை மயக்கும் We got a ship and friendship. Mustafa, Mustafa, Don Barry, Mustafa. Karan the toy. Devare, wake up and Devare. We got a ship and friendship. I'm just going to tell you that. Come on. Yeah. What did I eat? علي وانا ديالي ديرك بعيدة ما نكالي ديرك بعيدة ما سفالي دي 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 دي
di 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 sinadhiya ya ye. Come on. ഇവർക്ക് മൂന്ന് പേർക്ക് നല്ലൊരു കൈയടി എല്ലാവരും ചേർന്ന് കൊടുത്തേ. പോലെ പോലെ और बहर वाली बरतियाले दीर्घ भाई दम निकाले दीर्घ भाई दम सफाले दीदी 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 सिनदी वाह दीदी वाह दीदी 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 सिनदी या ये താങ്ക് യു. അപ്പോൾ ഇത് ഉഷാറേ ഉള്ളോ? ബാംഗ്ലൂർ, സോറി മുംബൈ, ഇത്ര ഉഷാറേ ഉള്ളോ? ഇത് മതിയോ? ഈ ഒരു എനർജി മതിയോ? പോരാ, പോരല്ലോ ചേട്ടാ, മതിയോ? പോരാ പോരാ, അടിപൊളി. ഇത് പോടാന്നാണോ പറയുന്നത്, പോരാന്നാണോ പറയുന്നത്? എന്തായാലും നമുക്കൊന്നുകൂടി കട്ടക്ക് നിൽക്കാം. റെഡി? സപ്പോർട്ട് ചെയ്യില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ രണ്ടും ഉയർത്തി കൈയ്യടി തരാം. ഞാൻ പറയാം. ഓക്കെ, ചേട്ടാ 2 ലൈൻസിൻ്റെ കൂടെ പാടുമോ? ഞാൻ പാടിത്തരാം. 2 വരി അഗൈൻ റിപ്പീറ്റ് പാടിയാൽ മതി കൂടെ. റെഡി? ഒന്ന് ശ്രുതി തരോ? ഹമ്മ 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 ഹേ ഹമ്മ ഹേ ഹമ്മ 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 അത് അറബിക്കടലോരം ഉൻ അഴകെ കണ്ടേനെ ഹമ്മ 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 ഹമ്മ. അടിപൊളി, നല്ലൊരു കൈ കൊടുത്തേ ചേട്ടനെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ 2 കൈ ഒന്ന് മേലോട്ട് ഉയർത്തിയേ. 2 കൈ ഒന്ന് പൊക്കി പിടിച്ച് എല്ലാവരും ഈ പാട്ട് തീരുന്നവരെ കൈയടി മേലോട്ട് കൈ ഉയർത്തി തരണം. റെഡി? പോരട്ടെ, ഇത്രയും പേരില്ലേ? പോരട്ടെ, നമ്മുടെ മുംബൈൻ്റെ പവർ ഒന്ന് കാണിച്ചു കൊടുത്തേ മലയാളീസിന്റെ എല്ലാവരും. റെഡി? പോവാം. റെഡി? 1 2 3 4 കൈയടി പോലെ ഇവിടെ കൈയടി ഇഷ്ടാലെടുക്കുമ്പോ ചേട്ടാ ഡാൻസ് ചെയ്യലേ. ഓർമ്മത് അലൈ മോദിയത് ആഹാ എന്റെ സുഖമോ പിഞ്ചി പൊൻപിരകൾ നെഞ്ചെ തീണ്ടിയത് ആഹാ എന്റെ ഇതമോ സുത്തം കിളി കിളിക്ക് രക്തം തുടി തുടിക്ക് മുത്തം 100 വിധമോ അച്ഛൻ നാരമാണ് ആളെ തീണ്ടിയത് അയ്യോ ദൈവപദമോ അമ്മ 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 ഹേ അമ്മ 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 ഇക്ക് ആകെ ഹം മർദും ഇക്ക് ഉടനെ यार मिले इक मस्ती पायल गन की मेरी कट कट कटे रे हो अम्मा 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 हे अम्मा 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 हे अम्मा अम्मा हे अम्मा 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 चले और मत आले मोदियद आहा എന്റെ സുഖമോ പിഞ്ചു പൊൻപിരകൾ നെഞ്ചെ തീണ്ടിയത് ആഹാ എന്റെ ഇതമോ സുത്തം കിളി കിളിക്ക് മുത്തം തുടി തുടിക്ക് മുത്തം 100 വിധമോ ആജം നാരമാണ് ആളെ തീണ്ടിയത് അയ്യോ ദൈവപദമോ അമ്മ 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 ഹേ അമ്മ 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 ഹേ അമ്മ 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 ഹേ അമ്മ 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 ഇക്ക് ആകെ ഹം മർദും ഇക്ക് ഉടനെ यार मिले इक मस्ती पायल गन की मेरी गन 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 ना अम्मा 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 हे 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 अम्मा 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 अम्मा. Thank you. താങ്ക് യു ബാസിൽ. താങ്ക് യു. ഓക്കെ, അപ്പോൾ റെഡിയായോ? ചാർജ് ആയോ? വോൾട്ടേജ് കൂടിയോ? എല്ലാവർക്കും കൂടിയോ? വോൾട്ടേജ് കൂടിയില്ലേ? ഇനി അടിപൊളി പാട്ട് വേണോ? ഓക്കെ, ഇപ്പോൾ എന്തായാലും പാട്ടുകൾ കേട്ടു, മെലഡി ഗാനങ്ങൾ കേട്ടു, അടിപൊളി പാട്ടുകൾ കേട്ടു. ഇനിയുള്ളത് ചിരിക്കാനാണ്. ചിരിക്കാനുള്ള സമയമാണ്. എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള ഒരു സമയമാണ്. എന്തായാലും ഒരു പ്രിയ കലാകാരനെ കൂടെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മൾ ആ ആകാംക്ഷയോട് കൂടി തന്നെ നമ്മൾ കാത്തിരുന്ന ആ പ്രിയ കലാകാരൻ ഒരുപാട് പൊട്ടിച്ചിരികൾ മാത്രം മലയാളിക്ക് സമ്മാനിച്ച ആ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത, പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലോസ് അണിയിച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റാർ മാജിക്. മലയാളികൾ അത്രയൊരു വികാരം തന്നെയാണല്ലേ സ്റ്റാർ മാജിക്.
അതിലൂടെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തരംഗമായിട്ട് മാറിയിരിക്കുന്ന മലയാളികൾക്ക് ഒരു പിടി പൊട്ടിച്ചിരികൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള പ്രിയ കലാകാരനെ നല്ലൊരു കൈയടിയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അഖിൽ കവലയൂർ. ചെറുതായിട്ട് ഇതിലൊക്കെ ഒന്ന് മുട്ടിയിരുന്നെങ്കിൽ ചമ്മലില്ലാതെ കയറി പോകാറ്. ഒരു നല്ല കൈയടി തരുമോ? പച്ചയ്ക്ക് കയറിയിരുന്നു ഇത്രയും വെട്ടവും സൗണ്ടും ഉണ്ടായിട്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഡോംബിവലി കേരള സമാജത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും. ബോംബെ മൊത്തം വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഒരു നല്ല കൈയടി മക്കളെ, സുഖം തന്നെ. ഓക്കെ, അപ്പോൾ പരിപാടി നമുക്ക് അടിച്ചു പൊളിക്കുക. ഇത്രയും നല്ലൊരു വൈബുള്ള ഓഡിയൻസിന് ഞാൻ ബോംബെയിൽ ഒരുപാട് സ്ഥലത്ത് പരിപാടിക്ക് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഡോംബിവലിയിൽ വരുന്നത്. പക്ഷേ നല്ല എനർജിയുള്ള, നല്ല സഹകരണമുള്ള നല്ല ഓഡിയൻസ്. അപ്പോൾ ഒരു നല്ല കൈയടി, വാരിപ്പറക്കൊരു കൈയടി. അപ്പോൾ സ്റ്റാർ മാജിക് പരിപാടി കാണാറുണ്ടോ എല്ലാവരും? ഉണ്ട്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരാളുണ്ട്, എന്നോടൊപ്പം സ്റ്റാർ മാജിക്കിലുള്ള അദ്ദേഹത്തോടൊപ്പം ഞാനുണ്ടാവും. എന്താണ്, മുഖവരയുടെ ആവശ്യമില്ല. നിങ്ങളുടെ സ്വീകരണ മുറികളിൽ, നിങ്ങളുടെ മൊബൈലുകളിൽ ഓരോ സ്കോളിലും ഓരോ കോമഡിയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്ന ആ താരത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മിസ്റ്റർ തങ്കച്ചൻ വിതുര. പ്ലീസ് വെൽക്കം തങ്കച്ചൻ. തങ്കച്ചനല്ല തങ്കച്ചൻ പൊന്നപ്പന. അങ്ങോട്ട് പോവരുത്, നിങ്ങളെ കാണത്തില്ലെന്ന്. പുള്ളി എവിടെ വന്നാലും ആർക്കും കാണത്തില്ല, കുഴപ്പമില്ല. പോയി പ്രഭു ക്യാ ഹുവാ? ധൈര്യമായിട്ട് പറഞ്ഞു. അല്ല, അതെ, വേറൊരു കാര്യം, ലൈറ്റ് ഒന്ന് ഓഫായി മ്യൂസിക്കിന്റെ അത് മ്യൂസിക് കേട്ടതുകൊണ്ട് കയ്യടി ഞാൻ കേട്ടില്ല. എനിക്ക് ആ കയ്യടി ഒന്ന് കേൾക്കണം. അതവർ കൈയടിച്ചാണ് നിങ്ങൾക്ക് ചെവിയായിട്ട്. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ എനിക്കും എൻ്റെ പ്രിയ സുഹൃത്തിനും ഭാഗമാകാൻ സാധിച്ചതിൽ. കേരളത്തിലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരങ്ങൾ ഈ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് അതിഥികളാണ്. സാധാരണ അതിഥികളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് നല്ല സദ്യ കൊടുത്തിട്ടാണ്. പക്ഷേ ആ സദ്യ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യടിയാണ്. ഓരോ എപ്പിസോഡും അല്ലെങ്കിൽ ഓരോ പാട്ട്, ഓരോ സ്കിറ്റ്, ഓരോ പെർഫോമൻസ് കഴിഞ്ഞിട്ട് വന്നിട്ട് കയ്യടി ചോദിക്കാതെ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നാലേ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് നല്ല പവറോടുകൂടി നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഉണ്ടാവില്ലേ? ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ അഖിലേട്ടാ, നമ്മൾ കഴിഞ്ഞ മാസം വന്നു. അതെ, അന്ന് നമ്മൾ എല്ലാ പ്ലാനിങ്ങോട് കൂടി വന്നതാണ്. അന്ന് മഴ പെയ്ത് നമ്മൾ തിരിച്ചു പോയിട്ട് ഇപ്പോൾ ഫെബ്രുവരിയിൽ നമ്മൾ വീണ്ടും തിരിച്ചു വന്നതാണ്. അപ്പോൾ എന്നാലും ഇത്രയും നിറഞ്ഞ സദസ്സിൽ നിങ്ങൾ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം അടിച്ചു പൊളിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പാട്ടുണ്ട്, മിമിക്രി ഉണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യണം. എന്താ മോനെ? ഓക്കെ അല്ലേ? ഓക്കെ, അവൻ ഫുള്ള് വൈബാണ്. അഖിലേട്ടാ, നമ്മുടെ ഒരു ഡോംബിയുടെ മലയാളീസിന്റെ നമ്മുടെ പ്രിയ ചങ്കളുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ചേട്ടൻ പറ, എന്താ പ്രത്യേകത? ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കൈയടിക്ക് ഒരു ദാരിദ്ര്യമില്ല. കാരണം അവർ അറിഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് മിമിക്രി എന്ന് കേൾക്കുമ്പോൾ ശബ്ദാനുകരണമുണ്ട്, പാട്ടുകളുണ്ട്, ഇമിറ്റേഷൻ ഉണ്ട്, എല്ലാ പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഐറ്റം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, പ്രിയരെ, ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ ചെയ്ത കുറച്ച് സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു നല്ല കൈയടി എന്ന് തുടങ്ങായിരുന്നു. ഒരു മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഈ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ അറിയാലോ, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല? ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും, പക്ഷേ എനിക്ക് മനസ്സിലായില്ല. ആരാണ്? മനസ്സിലായില്ല? ഇല്ല. ഞാൻ ഒരു കലാകാരനാണ്. ഇപ്പോൾ
ഇവിടെയാണ് ഞാൻ ബോംബെയിൽ സെറ്റിലാണ്. നാട്ടിലൊരു കലാകാരനായിരുന്നു. ബോംബെ സെറ്റിലാണ്? ബോംബെയിൽ സെറ്റിലാണ്. എത്ര വർഷമായി? ബോംബെയിൽ സെറ്റിലായിട്ട് ഒരു 10-30 വർഷമായി. അങ്ങനെ പോകുന്നു. അപ്പോൾ മിമിക്രി കലാകാരനാണ്. മിമിക്രി ആർട്ടിസ്റ്റ്? മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇവരാരും പറഞ്ഞില്ല. കാരണം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുന്നു, കേരളത്തിൽ നിന്ന് ആർട്ടിസ്റ്റുകൾ വിളിച്ചു വരുത്തുന്ന കാര്യം കൃഷ്ണകുമാറേട്ടനോ അല്ലെങ്കിൽ അവരാരും പറഞ്ഞിട്ടില്ല. സാരമില്ല. അപ്പോൾ എനിക്ക് വിഷയം അതല്ല. എന്നെപ്പോലൊരു കലാകാരനെ ഒഴിവാക്കിയിട്ട് കേരളത്തിൽ നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഇത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കേരള സമൂഹത്തിൽ ആർക്കെങ്കിലും ഈ പുള്ളി അറിയാമോ? അല്ല, പറയണ്ട. അങ്ങനെ പറഞ്ഞാലും അവർ ഇല്ലെന്ന് പറയല്ലോ. അവർക്ക് പിന്നെ ഇതാണ്, ഈഗോ ആണ്. അതുകൊണ്ട് അത് അതിന്റെ ആവശ്യം അംഗീകരിക്കില്ല. ഇല്ല, അംഗീകരിക്കില്ല. എന്താണ് ഇപ്പോൾ ഇവിടെ വന്നതാണ്? ഞാൻ മിമിക്രി കലാകാരന് ഒരുപാട് താരങ്ങളെയൊക്കെ ഞാൻ അതിന്റെ ഫിഗറും രൂപവും ഇങ്ങനെയൊക്കെ അനുകരിക്കും. ഒരുപാട് സൗണ്ടുകളൊക്കെ ഞാൻ പറയും. അപ്പോൾ ഇവിടെ നിങ്ങളെ ബോംബെയിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തിന്റെ മിമിക്രി ആണെന്ന് പറയുന്നു. ഒന്ന് ചെയ്യിപ്പിക്കട്ടാ? നിങ്ങൾ പറഞ്ഞാൽ ചെയ്യിപ്പിക്കാം. ഓക്കെ ചേട്ടാ. അല്ല, അങ്ങനെ നമ്മൾ വലിഞ്ഞേറി അങ്ങനെ വന്നല്ല. നിങ്ങൾ കൈയടിക്കുമെങ്കിൽ മാത്രം. കാരണം എന്നെപ്പോലെ ഒരു കലാകാരനെ വിളിച്ച് എന്നെപ്പോലെ ഒരു കലാകാരൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്നൊക്കെ ആർട്ടിസ്റ്റ് വിളിച്ച് വരുത്തി അത് ശരിയായില്ല. എങ്കിലും ഈ പരിപാടിയെ ഞാൻ ധന്യമാക്കാൻ വേണ്ടി, ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ 1-2 താരങ്ങൾ വേണമെങ്കിൽ അനുകരിക്കാം. വേണ്ട, നിങ്ങൾ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ചോദിച്ച സ്ഥിതിക്ക് വേണമെങ്കിൽ 2 സാർ പറഞ്ഞു. അല്ല, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. ഞങ്ങൾ ഒരു കോംബോ ആയിട്ടാണ് പോകുന്നത്. ഞാനും സുരേഷ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. സുരേഷിനെ വിളി. അല്ല, സുരേഷും കൂടെ ആയിട്ടാണ് ഞങ്ങൾ പെർഫോമൻസിന് പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് മൈക്ക് തന്നു കഴിഞ്ഞാലേ ഒരു സ്റ്റാൻഡ് മൈക്ക് ഇല്ലല്ലേ? സ്റ്റാൻഡ് മൈക്കില്ല. നിങ്ങൾ എനിക്ക് മൈക്ക് പിടിച്ചു തന്നാൽ മൈക്ക് പിടിച്ചു തരാം. അപ്പോൾ പിന്നെ ഞാൻ സുരേഷ് അവിടെ നിങ്ങളുടെ കൂടെ ഉള്ള? സുരേഷ് ഗുജറാത്തിൽ ടയറിന്റെ പണിക്ക് പോയിക്കുന്നു. സുരേഷ് ടയറിന്റെ പണിക്ക് പോയി. നിങ്ങൾ മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളിയുടെ ഒറ്റയ്ക്കുള്ള പരിപാടിയാണ്. പുള്ളിയുടെ കൂട്ടത്തിലുണ്ട് സുരേഷ്. പുള്ളി ഗുജറാത്ത് ടയർ പണിക്ക് പോയേക്കാണ്. പക്ഷേ എന്നെക്കാളും നന്നായിട്ട് ചെയ്യുന്ന സുരേഷാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പൊളിക്കണം. നിങ്ങളുടെ നാട്ടുകാരനാണ് കേട്ടോ, ഡോംബിവാലിക്കാരനാണ്. പുള്ളിയുടെ മിമിക്രി തുടങ്ങാൻ പോവാണ്. പിന്നെ അവരൊക്കെ വിളിച്ചു വരുത്തി എന്നെ നാണം കെടുത്തരുത്. ഓരോ പെർഫോമൻസ് ചെയ്യുമ്പോൾ നിങ്ങളെ കയ്യടി സപ്പോർട്ടും വേണം. എന്നാലേ എനിക്ക് ചെയ്യാനൊരു എനർജി കിട്ടുള്ളൂ. നിങ്ങൾ ഓരോ ഇങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ആദ്യം ആരാണ്? ആദ്യം അനുകരിക്കുക. പക്ഷെ ഞാനും സുരേഷും തമ്മിലാണ് ഒരുമിച്ചാണ് പോകുന്നത്. അത് സുരേഷ് ഇല്ലല്ലോ. സുരേഷ് ടയർ പണിക്ക് പോയില്ലേ? അതെ, സുരേഷ് എന്നെക്കാളും നന്നായിട്ട് ചെയ്യും. അത് കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്ന എന്താണ്? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ആദ്യമായിട്ട് ഞാൻ പിന്നെ ഭീമൻ രഘു ചെയ്യട്ടെ. ഭീമൻ രഘു ചെയ്യട്ടെ. ഓക്കെ, ഭീമൻ രഘുവിന്റെ ശബ്ദവും പിന്നെ ആക്ഷനാണ്. പ്രിയരെ, അപ്പം നിങ്ങളുടെ നാട്ടുകാരനാണ് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് ശ്രീ ഭീമൻ രഘു. ഒരു ചെറിയ മ്യൂസിക് കൊടുത്താൽ പുള്ളി ആ ഭീമൻ രഘു ചെയ്ത് കൊടുക്കും. ഭീമൻ രഘു. പറ. ഇത് സുരേഷ് നന്നായിട്ട് ചെയ്യും. സുരേഷ് അടിപൊളിയായിട്ട് ചെയ്യും. സുരേഷ് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ പെടലി ഇങ്ങനെ ആക്കിയിട്ട് വരുന്ന സമയത്ത് കയ്യടിയാണ്. സുരേഷ് ടയർ പണിക്ക് പോയേക്കല്ലേ? അതെ. സുരേഷ് ചെയ്യും. നീ ഇപ്പൊ ചെയ്യാൻ പറ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ എന്നാ പിന്നെ സുരേഷ് ഗോപി ചെയ്യട്ടെ. അപ്പൊ ഭീമൻ രഘു? അല്ല, ഭീമൻ രഘു സുരേഷ് നന്നായിട്ട്. ഞാൻ ഇതിപ്പോ സുരേഷ് ഗോപി ചെയ്യട്ടെ. നീ സുരേഷ് ഗോപി നന്നായിട്ട്. പിന്നെ അതല്ലേ ആദ്യം ചെയ്യാനുള്ളത്. എന്നാ സുരേഷ് ഗോപി നല്ല കൈയടിയാണ്. പ്രിയമുള്ള സുരേഷ് ഗോപിയാണ് ഡോംബിവലിയിലെ കലാകാരൻ അവതരിപ്പിക്കുന്ന സുരേഷ് ഗോപി. നല്ല കൈയടി. സുരേഷ് ഗോപി, പ്ലീസ് വെൽക്കം മിസ്റ്റർ സുരേഷ് ഗോപി. പറ. ഇത് സുരേഷ് പറയൂ. ഇത് ഭയങ്കര അവൻ വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കൈയടിക്കുമ്പോഴേ കൈയടിയാണ്. ചുണേച്ച് ഇവിടെ ഇല്ലല്ല. അതില്ല. ചുണേച്ച് ഗുജറാത്തിൽ ടയർ പണിക്ക് പോയേക്കല്ലേ? നീ എന്താണ് ചെയ്യണത്? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സത്യം പറയട്ടെ. എന്റെ ഹൈലൈറ്റ് എന്താണെന്നറിയാം? എനിക്ക് കൈയടി കിട്ടുന്നത് മോഹൻലാലാണ്. പിന്നെ അത് ആദ്യം ചെയ്യണ്ടേ? മോഹൻലാലാണ് അതല്ലേ ആദ്യം ചെയ്യാനുള്ളത്. കൈയടിക്കാൻ പറ. പിന്നെ പ്രിയമുള്ളവരെ, മോഹൻലാൽ എന്ന് പറയുന്നത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ്. നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട മോഹൻലാലാണ്. അപ്പൊ മോഹൻലാൽ പക്ക ചെയ്യും. മോഹൻലാൽ ഫാൻസ് ഉണ്ടോ? മോഹൻലാൽ ഫാൻസ് ഉണ്ട്. അപ്പം തകർക്കണം. നിങ്ങളെ പോലുള്ള കലാകാരന്മാർ കയറി വരണം. ഓക്കെ പ്രിയരെ, മോഹൻലാലാണ് ആദ്യം നിങ്ങളോട് എത്തുന്നത്. ശ്രീ മോഹൻലാൽ. ഡയലോഗ്. ഇത് സുരേഷ് പറയും. അച്ഛൻ പറയുന്നത് അവൻ ഇങ്ങനെ ചരിഞ്ഞു വരുന്ന സമയത്ത് അവന്റെ കയ്യടിയാണ്. ഭയങ്കര കയ്യടിയാണ്. ചുണേച്ച് ഇവിടെ ഇല്ലല്ല. ചുണേച്ച് ഇവിടെ ഇല്ലല്ലോ. നീ എന്താണ് ചെയ്യണത്? എന്നാ ഞാൻ ഇനി പരമമായിട്ടുള്ള സത്യം പറയട്ടെ. ഇത്രയും സ്റ്റാറുകൾ സുരേഷ് ചെയ്യും. പക്ഷെ എനിക്ക് കയ്യടിയിട്ട് എന്താണെന്നറിയാം? അത് പറയടാ. ഭരത് മമ്മൂക്ക. കയ്യടിയിട്ട് മമ്മൂക്ക. എനിക്ക് അതല്ല ആദ്യം ചെയ്യാനുള്ള. നിന്റെ സാധനമില്ല ആദ്യം ചെയ്യാം. മമ്മൂക്ക ഫാൻസ് ഉണ്ടോ? മമ്മൂക്ക ഫാൻസ് ഉണ്ടോ? മമ്മൂക്ക ഫാൻസ് വേണ്ടേ? മമ്മൂക്ക ഫാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. മമ്മൂക്ക ചെയ്യട്ടെ.
പ്രിയമുള്ളവരെ മമ്മൂക്ക അതല്ല ഇതിന്റെ ഹൈലൈറ്റ്. പ്രിയമുള്ളവരെ അടുത്ത വേദിയിലെത്തുക എന്ന മമ്മൂക്ക, അതായത് മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം ശ്രീ മമ്മൂക്ക. കയ്യടി നിനക്ക് മിക്കവാറും കിട്ടുവിടുന്നു അടി. പ്രിയരെ മമ്മൂക്ക. ഡയലോഗ്. ഇത് സുരേഷ് കുത്തു ഇങ്ങനെ ഒറ്റ കുത്തിനെ കയ്യടിയാണ്. രണ്ടാമത്തെ കുത്തു കുത്തിയിട്ട് കൈയെടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴേ കയ്യടിയും പ്രോത്സാഹനവും കാര്യങ്ങളും ആയിട്ട്. എടാ ചുണേച്ച് ഇവിടെ ഉണ്ടാ? ചുണേച്ച ഗുജറാത്തിൽ പണിക്ക് പോയൊക്കെ തന്നെ. നീ സുരേഷിന്റെ ഇവിടെ പറയണത്? അല്ല, ഇത് സുരേഷ് നന്നായിട്ട് ചെയ്യും. നീ ഇവിടെ എന്തിനാണ് ചെയ്യണത്? ഞാൻ അല്ല, സുരേഷ് നന്നായിട്ട് ചെയ്യുന്നു പറഞ്ഞു. എടാ നന്നായിട്ട് ചെയ്യുന്ന സുരേഷ് ഗുജറാത്തിൽ ടയർ പണിക്ക് പോയേക്കണം. ഒരു കഴിവുമില്ലാത്ത നീ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് സ്റ്റേജിൽ കയറി ഇങ്ങനെ കറങ്ങി അടിച്ച് കിടക്കുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ രൂപത്തിനും പാപത്തിനും പറ്റുന്ന സാധനങ്ങളെ ചെയ്യാവൂ. കഴിവുള്ള സുരേഷ് ടയർ പണിക്ക് പോയേക്ക് തന്നെ. എന്താണ് നീ ഇവിടെ കറങ്ങണം? അപ്പൊ നിങ്ങൾ പറയുന്നത് ഒരു നടനെ ചെയ്യുമ്പോൾ അതിന്റെ രൂപവും ഭാവവും ശബ്ദവും നമുക്ക് ആ ഒരു മാച്ചിനോട് ചെയ്യാൻ പറ്റും. ഈ സ്റ്റേജിൽ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു, എൻ്റെ രൂപത്തിനും എൻ്റെ ഭാവത്തിനും എൻ്റെ ഗ്ലാമറിനും എൻ്റെ ഉയരത്തിനും എൻ്റെ ആകാരവടിവിനുള്ള ഫിഗർ മാത്രമേ ചെയ്യൂ. സത്യം സത്യം സത്യം. ഒരു കലാകാരനെ തിരിച്ചറിവുണ്ടാകുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് പറ്റുന്ന സാധനങ്ങളെ നമ്മൾ ചെയ്യാവൂ. അതുകൊണ്ട് നാളെ തൊട്ട് ഫസ്റ്റ് ഫിഗറെ ഞാൻ അമിതാഭ് ബച്ചൻ ചെയ്താലേ? നിനക്ക് വേറെ ഒരു ജോലി ഇല്ലടാ. ഇറങ്ങിപ്പോ. ഓരോരുത്തന്മാർ കയറി വരും. പ്രിയരെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം തുടരുകയാണ്. ഇനി 1-2 പാട്ടോട് കൂടി ഈ പരിപാടി ആരംഭിക്കണം. ആര് പാട്ട് പാടണ്ട? അല്ല, പാട്ട് പാടണമെന്ന് ഞാൻ നിങ്ങളുടെ പാട്ട് ഞാൻ വെളിയിൽ നിന്ന് കേട്ടായിരുന്നു. ഇതെന്ത് പാട്ടാണ്? നിങ്ങൾ ഈ പാട്ട് പാടുന്ന കംപ്ലീറ്റ് കോപ്പിയാണല്ലോ. ആര് പറഞ്ഞു കോപ്പിയാണ്? കോപ്പിയാണ് ഞാൻ പറയുന്നത്. നീ തെളിയിക്കൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ പാട്ട് നല്ല ശുദ്ധമായ പാട്ടാണ്. ഓർക്കസ്ട്രക്കാർ ഇവിടെ ഉണ്ട്, അവർ നന്നായിട്ട് വായിക്കും. ഒരു കോപ്പി അല്ല സുഹൃത്തെ, ഞാനും നാട്ടിലൊരു കലാകാരനാണ്. ഈ കമ്മിറ്റിക്കാർ, ഈ സ്പോൺസേഴ്സ് നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ഈ ഒരു പാട്ടിൽ നിന്ന് മറ്റൊരു പാട്ടിലേക്ക് കണക്ഷൻ ആകുന്ന പാട്ടുകൾ എന്തിനാണ് നിങ്ങൾ പാടുന്നത്? ആര് പറഞ്ഞു അങ്ങനെയാണെന്ന്? ഞാൻ തെളിയിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പാട്ട് പാടാൻ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരെ മുമ്പ് വെച്ച് നമുക്ക് തെളിയിക്കാം. തെളിയിക്കോ? ഓക്കെ, തെളിയിക്കട്ടാ. റെഡി? അപ്പൊ നീ പാട്. ഞാൻ പാടാം. നീ പാട്. അപ്പൊ പ്രിയരെ, ഞാൻ എന്റെ പാട്ട് പാടാൻ പോകും. അല്ല സുഹൃത്തെ, നീ പാടുന്ന പാട്ട് കോപ്പിയാണെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് എന്ത് തരും? വടാപ്പാവ് മേടിച്ചു തരാം. അതിനെക്കാളും നല്ലടാ പാനിപ്പൂരി മേടിച്ചതാ. നീ ഒന്നും ചെയ്യണ്ട. ഈ ഇരിക്കുന്ന പ്രേക്ഷകരുടെ എന്റെ മുമ്പ് നീട്ടി ഒരു സല്യൂട്ട് ചെയ്താൽ മതി. ഒരു സല്യൂട്ട് ചെയ്താൽ മതി. തെളിയിച്ചല്ലേ? ഓക്കെ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സല്യൂട്ട്. നാട്ടിൽ നിന്ന് അങ്ങനെ മുട കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റില്ല. ഓക്കെ, അപ്പം എന്റെ പാട്ട് ഞാനൊരു കുഞ്ഞു മത്സരത്തിനാണ്. ഓരോ പാട്ട് ഇവർ പാടുന്ന പാട്ട് കോപ്പിയാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. ഓരോ പാട്ട് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എന്നെ ഒറ്റപ്പെടുത്തരുതേ. എന്റെ പാട്ട് തുടങ്ങാൻ പോകുന്നത് നീ കോപ്പിയാണ് തെളിയിച്ച സല്യൂട്ട്. ഞാൻ തെളിയിച്ചു. റെഡി? 1 2 3 4. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങി ഉണരുന്നതേതൊരു രാഗം, ഏതൊരു രാഗം. ഭാഷിണി. ഓരോന്ന് തെളിയിക്കാൻ നിങ്ങൾ കൈയടിക്ക്. സല്യൂട്ട്. ഇനി മാറ്റി പറയല്ലേ? ഇത് മൈക്കിന്റെ കംപ്ലൈന്റ് ആണ്. എന്താണ് ഈ പാട്ട് ഇങ്ങനെയല്ല. ഇത് മൈക്കിന്റെ കംപ്ലൈന്റ് ആണ്. അടുത്ത പാട്ട് പിടിച്ചോ. ഇനി എന്റെ പാട്ടുണ്ടല്ലോ. റെഡി? അട ആൾ തോട്ട ഭൂപതി നാനടാ, அந்த அமர போட்ட பூபதியும் நானடா, ஒரு பாட்டு நான் பாட போறேன் கேளடா, அந்த பாட்டுக்குள்ள சங்கதியே கேளடா. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, പമ്പ ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, പമ്പ ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. കൈയടിച്ചോ? സല്യൂട്ട് ചെയ്തോ? ഇനി മാറ്റി പറയല്ലേ? ഇനി മാറ്റി പറയരുത്. ഇനി വേറെ പാട്ടുണ്ട്. എന്താണ് ഇത്? നിനക്ക് തോന്നുന്നുണ്ടോ ഇത് മൈക്കിന്റെ കംപ്ലൈന്റ് ആണ്? സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ്. നേരെ വായിരണ്ണ. അടുത്ത പിടിച്ചോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ ധനിച്ചല്ലേ
പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ട്. കൈയടിച്ചോ, ഓരോന്നോരോന്ന് ഞാൻ തെളിയിക്കണം. കൈയടിച്ചോ, ഇനി മാറ്റി പറ. ഓർക്കസ്ട്രയുടെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമില്ല. എന്തെന്ന് ഓർക്കസ്ട്ര? പാട്ട് ചെയ്യാൻ വിട്ടു. എന്റെ മിമിക്രി കോപ്പിയാണെന്ന് പറയുന്നത്. ഞാൻ തെളിയിച്ചു. അതായത് ജെയിംസ് ബോണ്ട് എന്ന സിനിമയുടെ തീം മ്യൂസിക് ഉണ്ട്, ലോകത്തെ എല്ലാവർക്കും അറിയാം. ജെയിംസ് ബോണ്ട് 007 അതിന്റെ തീം മ്യൂസിക് ഞാൻ വായിക്കുന്ന നീ ഒരിക്കലും തെളിയിക്കില്ല. ഓക്കെ, കൈയടിക്കാൻ റെഡി ആയിക്കോ, സല്യൂട്ട് ചെയ്യാൻ റെഡി ആയിക്കോ. ഒന്നുകൂടെ പറയ്. ഇണക്കിളി പറന്നു നിന്റെ മുന്നിൽ കുളിരുമായി നീ തളിരുമേനിൽ. ഇണക്കിളി വരുകില്ലേ, ഇണക്കിളി വരുകില്ലേ, ഇണക്കിളി ടടാ. ഇനി മാറ്റി പറയരുത്. അങ്ങനെയാണെങ്കിൽ അവസാനം ഇത് നീ ഒരിക്കലും നീ തെളിയിക്കില്ല. ഏതാണ് ലാസ്റ്റ് പാട്ട്? എന്നാ പിടിച്ചോ. വിശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നീ തോറ്റ. അപ്പോ എന്റെ കഠിന പ്രയത്നത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. എല്ലാരും കൈയടിക്കാൻ റെഡി ആയിക്കോളൂ, സല്യൂട്ട് ചെയ്യാൻ റെഡി ആയിക്കോ. അത് ഒന്നുകൂടെ പാടിയേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ജനഗണമനഗതിനായക ജയഗേ ഭാരത ഭാഗ്യ വിനാഥ. സല്യൂട്ട് ചെയ്താ? സല്യൂട്ട് അടിച്ചല്ല, അത് ജനഗണമന ഞാൻ എവിടെ കേട്ടാലും ഞാൻ സല്യൂട്ട് അടിക്കും. അത് ഞാനും ചെയ്യുമല്ലോ. മേലാളി ഇതുപോലത്തെ കോപ്പി പാട്ട് കൊണ്ട് വരരുത് കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, രാവിലെ പാട്ട് മത്സരത്തിനാടാ കല്ലെടുത്തോ. അപ്പൊ ഇനി ഞാൻ പോവാൻ, ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നവരിക്കും കൈയടി. നല്ലൊരു കൈയടിതാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ചിരിക്കാനുള്ള വക കിട്ടി. എന്താ മോനെ പറ? പാട്ട് വേണോ? അടിപൊളി പാട്ട് വേണോ? ഇനി അടിപൊളി പാട്ട് വേണോ? നിങ്ങൾ പറഞ്ഞ പോലെ മറ്റൊരു കാര്യം കൂടെ കേട്ടോ, നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിൽക്കും എല്ലാ പ്രിയ ചങ്കളും കുറച്ചുകൂടെ മുന്നോട്ട് വരിക. നമുക്ക് അടിപൊളി പാട്ട് വരുന്നതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ക്യാമറ ചേട്ടന്മാർ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് അടുത്തേക്ക് വരുമോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? നമുക്ക് വർഷത്തിൽ 365 ദിവസം പിന്നിടുന്ന വർഷത്തിൽ കിട്ടുന്ന ഒരു ദിവസം മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയുള്ളത് ഒരു വർഷം കഴിയണം. അപ്പോൾ ഈ കിട്ടുന്ന സമയമാണ് നമ്മളെല്ലാവരും എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ഒരു കുടക്കീഴിൽ ഒരുമിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ മിസ് ചെയ്യേണ്ട. അപ്പോൾ എന്തായാലും അടിപൊളി പാട്ടിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. ഒരു പ്രിയ കലാകാരി കൂടെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവാണ്. നമ്മുടെ മഴവിൽ മനോരമ അണിയിച്ചൊരു ഇന്ത്യൻ വോയിസ് എന്നൊരു മ്യൂസിക്കൽ ഷോയിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ആ പ്രിയ കലാകാരിയെ നിറഞ്ഞൊരു കയ്യടിയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ലിതി ഹരിലാൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും നമസ്കാരം. അയ്യോ, ഒരു നമസ്കാരം തിരിച്ചു പറ. കയ്യടി മാത്രം പോരാ, നിങ്ങൾ ഒച്ചയും വേണം. നമസ്കാരം. നല്ലൊരു കൂലെന്നേ. ആഹാ, മലയാളികളാന്ന് തെളിയിച്ചല്ലോ. അപ്പോൾ അടിപൊളി. ഇപ്പോൾ രണ്ടാമത് നമുക്ക് അന്ന് വന്നപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സറിഞ്ഞ് പറയാം, ഈ ഒരു വോളണ്ടിയേഴ്സിൻ്റെ ഭയങ്കര ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് വീണ്ടും വരാനായിട്ട്, വേറെ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് പോലും വരാനായിട്ട് നമുക്ക് അത്രയ്ക്കും ആഗ്രഹമായിരുന്നു ഇവിടേക്ക് വരാനായിട്ട്. ഭയങ്കര സന്തോഷം ഇവിടെ വന്ന് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചാൽ. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കല്ലേ? ഓക്കെ, താളത്തിലൊന്ന് കൈയടിച്ചേ. എല്ലാവരും കേട്ടോ. ரபருக்கு ரவு ரவு நீ பார்த்தாலே தீயாவுதே தீ பிடிக்க ரவு ரவு அச்சத்தம் முறக்கா பச்சத்தா கொரக்கா அச்சத்தம் முறக்கா முச்சோ இல்லம்மா அச்சமே நுவையா முச்சமே లేదయ్యా అచ్చమే నువ్వయ్యా ముచ్చో ఇల్లమ్మా వాను కావాలయ్యా
nukavali da 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 wa nukavalaya nukavali da 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 എല്ലാരും കയ്യടി പോയോ? എന്നെ കൊണ്ട് ഇത്ര നടത്തിപ്പിക്കുന്നല്ലേ? பத்திக்க வைக்கும் போதையா எப்பா எப்பப்பா கண்ணுக்குள்ள நீ சரி சொல்லப்பா சிக்கிக்க வைக்கும் ஆசையா வந்த எப்பப்பா தங்கத்துல நீ தச்சுதுதப்பா கொஞ்சம் மயங்காதப்பா கொஞ்சம் வணங்காதப்பா கொஞ்சம் தயங்காதப்பா ரப்பப்பா ரப்பப்பா கொஞ்சம் பார்த்துக்கவாலா கொஞ்சம் டான்ஸுக்கவாலா ரெண்டும் உனக்காகவே காவாலா கவாலா Wah, nukavalaya, nukava, da 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 da. ഒരു നല്ല കൈഡി തന്നെ ഇരിക്കുന്നവര് പോരാട്ടോ ഒരുത്തിരി കൂടെ എനർജി ഒന്നുകൂടി പാടാം നമുക്ക് വാ നുക്കവാലയ്യ നുക്കവാലി